തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് 2015 കിട്ടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ഈ അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2 ടേം ആയിട്ട് BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2015 2020 അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 സുരേഷ് ഗോപി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു. അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇപ്പൊ ഈ ഇലക്ഷൻ നടന്നപ്പോൾ ഈ BJPയുടെ ഭരണം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിന് ആസ് എൻ MP ഈസ് എ ടോട്ടൽ ഒരു ഫെയിലിയർ ആയിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. അപ്പം നിങ്ങളുടെ ആ പോയിന്റിനകത്ത് അർത്ഥം ഒരു വ്യാപ്തിയുണ്ട്, ഡെപ്ത് ഉണ്ട്. കാരണം അവിടെ CPM ഓൾട്ടർനേറ്റീവായിട്ട് ഈസി ആയിട്ട് വരാൻ സാധിക്കുമായിരുന്നു സുരേഷ് ഗോപി BJPക്ക്. പക്ഷെ ഉണ്ടായത് ഒരു വലിയൊരു കൊളാപ്സാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച അവർ വലിയൊരു തൃശ്ശൂർ കോർപ്പറേഷനിലും വലിയൊരു നല്ലൊരു ശതമാനം വോട്ടുകളും നേടും. അവരതിൻ്റെ അകത്ത് ഇൻട്രോഡ്സ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല. കലിങ്ങിൻ്റെ പുറത്തുള്ള ടോക്സ്, അതേപോലെ തന്നെ ചായക്കട ടോക്സ്, ഓൾ ദിസ് നോൺസെൻസ്. ഇത് എവിടെയും മെറ്റീരിയലായി വോട്ടെന്ന് പറഞ്ഞ സാധനം, അതായത് BJPക്ക് പൊളിറ്റിക്കൽ വോട്ട്, അത് സുരേഷ് ഗോപി ഇല്ലാതാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ 100% പറഞ്ഞത് ശരിയാണ്. കാരണം അതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ ഒഴിച്ച് എല്ലാ മണ്ഡലത്തിലും ലീഡ് നിലനിർത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. ഇന്ന് ഈ ത്രിതല പഞ്ചായത്തിൽ നമ്മൾ തെരഞ്ഞെടുത്ത ഈ റിസൾട്ട് വിലയിരുത്തുമ്പോൾ നമുക്കതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപി 1ാം സ്ഥാനത്ത് വന്ന സുരേഷ് ഗോപി, അവിടെയാണ് UDF ഇന്നിപ്പോ കോർപ്പറേഷൻ ഭരണം വലിയ ഭൂരിപക്ഷത്തിൽ